Hi students, ഇന്ന് നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2 പാർട്ട് 3 ആണ് നോക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നോക്കിയത്. ഡിഫറെൻറ്റ് ടൈപ്സ്: single phase induction motors, capacitor start induction motors, capacitor start capacitor run induction motors, next permanent capacitor induction motors, shaded pole induction motors. ഇതൊക്കെ നോക്കിയാൽ ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്റ്റാർട്ടേഴ്സിനെ കുറിച്ചാണ്. സ്റ്റാർട്ടേഴ്സ് എന്താണ്? സ്റ്റാർട്ടർ is a device that controls the use of electric power to equipment, usually മോട്ടോർ പോലെയുള്ള എക്യുപ്മെൻറ്റിലേക്കുള്ള ഇലക്ട്രിക് പവറിനെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസാണ് സ്റ്റാർട്ടർ. ആസ് ദ നെയിം ഇംപ്ലൈസ്, ആ പേര് പറയുന്നത് പോലെ തന്നെ സ്റ്റാർട്ട് മോട്ടോറുകളെ സ്റ്റാർട്ട് ചെയ്യാനാണ്, അഥവാ വളരെ ഈസി ആയിട്ടും സേഫായിട്ടും സ്റ്റാർട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, they can also സ്റ്റോപ്പ് ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും. ചില റിവേഴ്സ് എല്ലാ കേസിലും വരില്ല, ചില ഇൻഡസ്ട്രിയൽ കേസിലൊക്കെയാണ് റിവേഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ആൾസോ ഈ സ്റ്റാർട്ടേഴ്സിന് രണ്ട് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. ഒന്ന് കോണ്ടാക്റ്റേഴ്സും നെക്സ്റ്റ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ. കോണ്ടാക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് റെസിസ്റ്റൻസ് ആഡിന് സേഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യാനുള്ള സിസ്റ്റം അതിൻ്റെ കൂടെ ഉള്ളതാണ്. നെക്സ്റ്റ്, സ്റ്റാർട്ടറുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബാക്ക് EMF എന്താണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്താണ് ബാക്ക് EMF? ഒരു മോട്ടോർ, അതിന് ഒരുപാട് കോയിൽസ് ഉണ്ട്. ആ മോട്ടോറിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചു, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്, പ്രത്യേകിച്ചും DC മോട്ടോറുകൾ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ. എന്നാൽ ഒരു മോട്ടോറിൽ ഒരു കോയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ട്, അഥവാ ആ മോട്ടോറിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ, നമ്മൾ കറണ്ട് ക്യാരിയിങ് കോയിൽ പ്ലേസ് ചെയ്യുമ്പോൾ ആ കോയിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈ ഒരു ഇതിലേക്ക് കറണ്ട് കൊടുത്തത് കാരണം. അപ്പോൾ അത് കറങ്ങുമ്പോൾ അതൊരു ഇൻഡ്യൂസ്ഡ് EMF ആ ഒരു കോയിലിൽ വേറെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുന്നുണ്ട്. അഥവാ നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കറണ്ട് കാരണമാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അഥവാ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ് അതൊരു ഫോഴ്സ് ആക്ട് ചെയ്ത്, ആ ഒരു ഫോഴ്സ് കൊണ്ടാണ്, ആ കോയിലിൻ്റെ ഡിഫറെൻറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അതിലൊരു ഇൻഡ്യൂസ്ഡ് EMF വേറെ ഉണ്ടാവും ആ ഒരു ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ. ആ EMF നമ്മൾ അപ്ലൈഡ് വോൾട്ടേജിന്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടക്ടറിലേക്ക് കൊടുത്തിട്ടുള്ള വോൾട്ടേജിന്, അല്ലെങ്കിൽ ആ ഒരു കറണ്ടിന്, അല്ലെങ്കിൽ ആ ഒരു EMFന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കറണ്ടിനല്ല, ആ ഒരു അപ്ലൈഡ് വോൾട്ടേജിന് ഒപ്പോസിങ് ആയിരിക്കും. ഇതിനാണ് ബാക്ക് EMF എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ബാക്ക് EMF എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടക്ടറിൻ്റെ അകത്ത്, അഥവാ ഒരു മോട്ടോറിൻ്റെ കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ അകത്ത് ആ ഒരു മോട്ടോറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് പുറമെ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, വൺസ് അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ്. അത് അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഒപ്പോസിങ് EMF അല്ലെങ്കിൽ കൗണ്ടർ EMF എന്ന് വിളിക്കും. ആ ഒരു ബാക്ക് EMF ഉള്ളത് കൊണ്ട് അതിലുള്ള കറണ്ട് ഫ്ലോ പരമാവധി കുറയും. ആർമേച്ചറിലുള്ള ആ ഒരു കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടറിലുള്ള
കറണ്ട് ഫ്ലോ പരമാവധി കുറയും, അഥവാ ആർമേച്ചർ കറണ്ട് പരമാവധി കുറയും. ഇനി നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ എന്താണ്? സ്റ്റാർട്ടറിൻ്റെ ആവശ്യകത എന്താണ്? ഈ മോട്ടോർ റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് ബാക്ക് ഇ എം എഫ് ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് അത് ഫുൾ റൊട്ടേഷൻ സ്പീഡിലാകുമ്പോൾ മാക്സിമം ബാക്ക് ഇ എം എഫ് ഉണ്ടാവാം. എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ RPM അത് 0 ആണ്, അഥവാ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് 0 ആണ്. അതുകൊണ്ട് തന്നെ ബാക്ക് ഇ എം എഫ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആ ഒരു കേസിൽ ആർമേച്ചർ കറണ്ട് വളരെ ഹൈ ആയിരിക്കും. ബാക്ക് ഇ എം എഫ് 0 ആയി കഴിഞ്ഞാൽ ആർമേച്ചർ കറണ്ട് വളരെ ഹൈ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, വി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ EB + IA × RA ആണ്. അപ്പോൾ അവിടെ നമ്മൾ ആർമേച്ചർ കറണ്ട് ആണ് IA എന്ന് പറയുന്നത്. ആർമേച്ചർ കറണ്ട് IA = V - EB/RA ആണ്. V എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ്, EB എന്ന് പറഞ്ഞാൽ ബാക്ക് ഇ എം എഫ്, RA എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദി ആർമേച്ചർ. അപ്പോൾ ഇവിടെ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും എപ്പോഴും. EB എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ട് N എന്ന് പറഞ്ഞ വാല്യൂ N 0 ആയിരിക്കും. അതുകൊണ്ട് ഇതിലുള്ള N 0 ആയിരിക്കും. അതുകൊണ്ട് ബാക്ക് ഇ എം എഫ് എന്തായിരിക്കും? അതും 0 ആയിരിക്കും. അപ്പോൾ ബാക്ക് ഇ എം എഫ് 0 ആകുമ്പോൾ IA = V - 0/RA എന്ന് കിട്ടും. ദാറ്റ് ഈസ് V/RA. അപ്പോൾ വളരെ ഹൈ കറണ്ട് ആർമേച്ചർ കറണ്ട് ക്രിയേറ്റ് ചെയ്യും. കാരണം ആർമേച്ചർ റെസിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത്രയും ഹൈ കറണ്ട് ഈ ഒരു മോട്ടോറിൻ്റെ കോയിൽസിനെ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിനെ അത് കത്തിച്ച് കളയും. അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂസസിനെ ബ്ലോ ഔട്ട് ചെയ്യും, അഥവാ അതിൻ്റെ ഫ്യൂസൊക്കെ അടിച്ചു പോകും. ആ മോട്ടോറിൻ്റെ ആർമേച്ചേഴ്സൊക്കെ ഡാമേജ് ചെയ്തു പോകും. അപ്പോൾ ഇതില്ലാതിരിക്കാൻ നമുക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ഈ ഒരു ആർമേച്ചർ കറണ്ട് കുറക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് ഇതിലുള്ള റെസിസ്റ്റൻസിൻ്റെ കൂടെ ഈ RA എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്, ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ കൂടെ നമ്മൾ എക്സ്റ്റേണലായിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്യണം. ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നത് അത് നമ്മൾ സ്റ്റാർട്ടർ മുഖേനയാണ്. അതാണ് സ്റ്റാർട്ടറിൻ്റെ ആവശ്യകത. സ്റ്റാർട്ടറിൽ നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കും. വൺസ് ഈ ഒരു മോട്ടോർ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ സ്പീഡ് N എന്ന് പറഞ്ഞ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ, അഥവാ നമ്മൾ മോട്ടോറിൻ്റെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ EB എന്ന് പറഞ്ഞ ബാക്ക് ഇ എം എഫിൻ്റെ വാല്യൂ കൂടും. അങ്ങനെ ബാക്ക് ഇ എം എഫ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വോൾട്ടേജിൻ്റെ വാല്യൂ കുറയും. V - EB/RA ആണ് നമ്മൾ V - EB/RA ആണ് IA. അപ്പോൾ EB കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും IA കുറയും, ആർമേച്ചർ കറണ്ട് കുറയും. അപ്പോൾ വൺസ് ഈ ഒരു മോട്ടോർ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർമേച്ചർ കറണ്ട് കുറയും. അപ്പോൾ നമുക്ക് ഇതിൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് ഒഴിവാക്കും വേണം. ഇങ്ങനെ ഈ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടേഴ്സിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് ആഡ് ചെയ്യണം. വൺസ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു മോട്ടോറിൻ്റെ സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ ഗ്രാജ്വലി കട്ട് ചെയ്തിട്ട് ആ മോട്ടോർ ഫുൾ സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ റെസിസ്റ്റൻസ് നമ്മളതിൽ നിന്ന് ഒഴിവാക്കണം. ഇതാണ് ഒരു സ്റ്റാർട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റാർട്ടർ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ് DC മോട്ടോറുകളിലാണ്. AC മോട്ടോറുകളിൽ
സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റാർട്ടറിന് ഈ ഒരു ഫങ്ഷൻ മാത്രമല്ല, സ്റ്റാർട്ടറുകൾ സാധാരണ ഓവർലോഡ് പ്രൊട്ടക്ഷനും യൂസ് ചെയ്യാറുണ്ട്. ഓവർലോഡുകൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മോട്ടോറിലേക്കുള്ള കറണ്ട് കട്ട് ചെയ്ത് ആ മോട്ടോറിനെ ഓഫ് ചെയ്യാനും സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യാണ്. അതുപോലെ അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ ഇതുപോലത്തെ രീതിയിൽ. അപ്പോൾ ഡി സി മോട്ടോറുകളുടെ സ്റ്റാർട്ടറിലാണ് ഈ ഒരു ബാക്ക് ഇ എം എഫിൻ്റെയും അതുപോലെ ഇനീഷ്യൽ ആർമേച്ചർ കറണ്ടിൻ്റെ കൂടുതലൊക്കെ വരുന്നത്. എ സി മോട്ടോർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോറുകളിൽ, എ സി മോട്ടോർ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടോർ എന്നാണ് പറയുന്നത് കറക്റ്റ്. ഇൻഡക്ഷൻ മോട്ടോറുകളിൽ സാധാരണ ഈ ടൈപ്പ് സ്റ്റാർട്ടറിൻ്റെ ആവശ്യമില്ല, അഥവാ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിന് ഓവർലോഡ് പ്രൊട്ടക്ഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ 3 point സ്റ്റാർട്ടർ. നെക്സ്റ്റ് വൺ DOL അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ. നെക്സ്റ്റ് വൺ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. മസ്റ്റായിട്ടും ഇതിലേതെങ്കിലും ഒരു സ്റ്റാർട്ടർ എല്ലാ എക്സാമിനും മെയിൻ എക്സാമിനും വരെ ചോദിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്റ്റാർട്ടർ എന്തായിട്ടും എല്ലാ എക്സാമിനും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു 7 മാർക്കിൻ്റെ മിനിമം ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 3 point സ്റ്റാർട്ടറുകളെ കുറിച്ചാണ്. അപ്പോൾ 3 point സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യൽ DC മോട്ടോറുകളിലാണ്. ഇനി നമുക്ക് ഒരു 3 point സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും നോക്കാം. ഫസ്റ്റ് ഓഫ് ആൾ ഒരു 3 point സ്റ്റാർട്ടർ അത് സാധാരണ DC മോട്ടോറുകളിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ റെസിസ്റ്റൻസ് നമ്മൾ ആർമേച്ചർ കറണ്ടിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ആൾ ഇതിൽ ഈ ഒരു 3 point സ്റ്റാർട്ടറിന് 3 points ഉണ്ട്. LFA അല്ലേ, നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ടാവും. ഇവിടെ A എന്ന് പറയുന്നത് മോട്ടോറിൻ്റെ ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ്. F എന്ന് പറയുന്നത് മോട്ടോറിൻ്റെ ഫീൽഡിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ്. L എന്ന് പറയുന്നത് നമ്മൾ DC സോഴ്സ് വോൾട്ടേജ് സോഴ്സ് അഥവാ ഫേസ് ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഒരു ഓവർലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു സ്പ്രിങ് വിത്ത് സ്റ്റാർട്ടർ ഹാൻഡിൽ. ആ സ്റ്റാർട്ടർ ഹാൻഡിൽ ഒരു സോഫ്റ്റ് അയൺ പീസ് അതിൻ്റെ അകത്തുണ്ടാവും. ഇനീഷ്യലി അത് ഓഫ് പൊസിഷനിലാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഒരു 5 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് കാണാം. അത് 1 2 3 4 5 നെക്സ്റ്റ് റൺ എന്നുള്ള ആ ഒരു പോയിൻ്റ് അതിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഒരു നോ വോൾട്ട് കോയിലും നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് ഒരു ലിവർ വിത്ത് ട്രയാങ്കുലർ അയൺ പീസ്, അത് ഓവർലോഡ് റിലീസിൻ്റെതാണ്. ഇത്രയാണ് ഒരു 3 point സ്റ്റാർട്ടറിലുള്ള കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ശ്രദ്ധിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് ഈ ഒരു നോ വോൾട്ട് കോയിൽ നിന്നാണ്. നെക്സ്റ്റ് ആ റെസിസ്റ്റൻസിൻ്റെ എൻഡ് ഭാഗം കണക്ട് ചെയ്തിട്ടുള്ളത് നേരെ നമ്മൾ ഈ ആർമേച്ചറിലേക്കാണ്. അപ്പോൾ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസും കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ നമ്മൾ ലൈൻ അല്ലെങ്കിൽ നമ്മളെ ഫേസ് വരുന്നത് ആ ഒരു കണക്ഷൻ വരുന്നത് ഈ ഒരു ഓവർലോഡ് റിലീസ് കോയിൽ അല്ലെങ്കിൽ മാഗ്നറ്റ് വഴി ഈ ഒരു ഈ ഒരു സ്റ്റാർട്ടർ ഹാൻഡിലിൻ്റെ ത്രൂ
എന്താണ് ഈ ഒരു സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് വഴിയാണ് ഈ ആർമേച്ചറിലേക്ക് കറണ്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇനീഷ്യലി ഇത് ഓഫ് പൊസിഷനിലായിരിക്കും. ഇനി നമ്മൾ ഈ ഓഫ് പൊസിഷനിൽ നിന്ന് ആദ്യം ഈ ഫസ്റ്റ് കോണ്ടാക്ട് 1 ഇട്ട് ഈ ഒരു സ്റ്റാർട്ടർ ഹാൻഡിൽ 1 നീക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇത് ഓൺ ചെയ്യും, അല്ലെങ്കിൽ ഇതിലേക്ക് കറണ്ട് വന്നു തുടങ്ങും. കറണ്ട് ഈ ഒരു ആർമേച്ചറിലേക്ക് വന്നു തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ആർമേച്ചറിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ആർമേച്ചറിൻ്റെ കറണ്ട് വളരെ ഹൈ ആവാതിരിക്കാൻ ആ ഒരു 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഈ ഫസ്റ്റ് 5 റെസിസ്റ്റൻസും R1, R2, R3, R4, R5 ഈ 5 റെസിസ്റ്റൻസും ആ ഒരു ആർമേച്ചറിന് അക്രോസ് ആയിട്ട് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസുമായി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അത്രയും ഫുള്ള് R1 to R5 റെസിസ്റ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യൽ ഈ ഒരു മോട്ടോറിൻ്റെ RPM 0 ആണ് സമയത്ത് അതിലേക്ക് നമ്മൾ ജസ്റ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന ആ പോയിൻറ്റ് അറ്റ് ദ സെക്കൻഡ്സ് അതിലേക്ക് അത്രയും റെസിസ്റ്റൻസും കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഇനീഷ്യൽ ആർമേച്ചറിൻ്റെ ആർമേച്ചർ കറണ്ട് IA വളരെ ഹൈ ആവുന്നതിന് തൊട്ട് രക്ഷപ്പെട്ട് അത് നോർമൽ കറണ്ടിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് മോട്ടോർ കത്തിപ്പോകുന്നതിന് തൊട്ട് രക്ഷപ്പെടും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് കൂടി, ഈ മോട്ടോറിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ലിവർ നമ്മൾ ഓഫ് പൊസിഷനിൽ നിന്ന് ഇതിങ്ങനെ നമ്മൾ ഈ ഒരു ലിവർ ഈ ഒരു 1 എന്ന പോയിന്റിൽ ഇങ്ങനെ പിടിച്ചു നിർത്തല്ല, നമ്മൾ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 എന്ന പോയിന്റ് നമ്മൾ വെച്ചു, നെക്സ്റ്റ് ഇങ്ങനെ നീക്കി രണ്ടാമത്തെ പോയിന്റിലെത്തി. അപ്പോൾ ഇതിന് റെസിസ്റ്റൻസ് 1 കട്ടായിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് ആർമേച്ചറിൻ്റെ ഈ ഒരു മോട്ടോറിൻ്റെ സ്പീഡ് ഒന്ന് കൂടിയിട്ടുണ്ടാവും. വീണ്ടും നമ്മളിതിങ്ങനെ തിരിച്ച് റെസിസ്റ്റൻസ് ഈ ഒരു ലിവർ ഈ സ്റ്റാർട്ടിങ് ഹാൻഡിൽ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോഴത്തേനും വീണ്ടും റെസിസ്റ്റൻസ് 1ഉം 2ഉം കട്ടായി ഇതിൻ്റെ സ്പീഡ് ഒന്നുകൂടി കൂടിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് റൺ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് മോട്ടോർ ആ ഒരു സമയത്ത് മോട്ടോർ അതിൻ്റെ ഫുൾ സ്പീഡിലേക്ക് ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മോട്ടോറിൻ്റെ സ്പീഡ് ഈ ഓരോ പോയിന്റിലും മോട്ടോറിൻ്റെ സ്പീഡ് കൂടി വരുന്ന സമയത്ത് ബാക്ക് EMFും കൂടി വരും. ബാക്ക് EMF കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആർമേച്ചർ കറണ്ട് കുറഞ്ഞു വരും. അപ്പം ബാക്ക് EMF റൺ എന്ന് പറഞ്ഞ പൊസിഷനിലെത്തുമ്പോൾ ഇത് ഫുൾ സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ഫുൾ ബാക്ക് EMF ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആർമേച്ചറിൻ്റെ കറണ്ട് വളരെ കുറയും, നോർമൽ സേഫ് കണ്ടീഷനിലെത്തും. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടർ ഹാൻഡിൽ നമ്മൾ പിടിച്ചിട്ട് നീക്കി നേരെ റണ്ണിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ ലെഗ്സ് തട്ടി നേരെ റൺ എന്ന് പറഞ്ഞ പൊസിഷനിൽ വെക്കുമ്പോൾ റണ്ണിൽ നമ്മൾ നോ വോൾട്ട് കോയിലുണ്ട്. ആ നോ വോൾട്ട് കോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാർട്ടർ ഹാൻഡിലിനെ ഈ ഒരു റൺ എന്ന് പറഞ്ഞ പൊസിഷനിൽ പിടിച്ചു നിർത്താണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു നോ വോൾട്ട് കോയിലിലേക്ക് കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിവർ വഴി ഈ ഒരു പോയിന്റ് വഴി, അഥവാ നമ്മളെ ഈ ഒരു ഫീൽഡിൽ നിന്നുള്ള കറണ്ട് ഈ ഒരു നോ വോൾട്ട് കോയിൽ വഴി പാസ് ചെയ്യുന്നുണ്ട്, അഥവാ ഇതിലേക്ക് കറണ്ട് വരുന്നർത്ഥം. അപ്പോൾ അതെന്ത് ചെയ്യും, ആ സോഫ്റ്റ് അയൺ പീസിനെ അട്രാക്റ്റ് ചെയ്തിട്ട് അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അത് ആ ഒരു സോഫ്റ്റ് അയൺ പീസ് ഈ ഒരു സ്റ്റാർട്ടർ ഹാൻഡിലുള്ള സോഫ്റ്റ് അയൺ പീസിനെ അട്രാക്റ്റ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാർട്ടർ ഹാൻഡിൽ റൺ എന്ന പൊസിഷനിൽ പിടിച്ചു നിർത്തും. അപ്പോൾ നമ്മൾ മോട്ടോർ റണ്ണായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനീഷ്യലി മോട്ടോറിലേക്ക് നമുക്ക് ഈ ഇത്രയും R1 to R5 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാന്നുള്ളതാണ്. ആഡ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ആർമേച്ചർ കറണ്ടിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു മോട്ടോറിനെ സേഫ് സ്റ്റാർട്ടിങ് കണ്ടീഷനിലെത്തുന്നത്. അങ്ങനെ നമ്മൾ ഇതിനെ ആ ഒരു ലിവർ ജസ്റ്റ് നീക്കി നമ്മൾ സ്റ്റാർട്ടർ ഹാൻഡിൽ നമ്മൾ
നീക്കി നേരെ റൺ എന്ന് പൊസിഷനിലിടുക. ഒരു വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ഇങ്ങനെ നീക്കി റൺ എന്ന പൊസിഷനിൽ അപ്പോൾ ഇതിന് മോട്ടോർ ഫുൾ സ്പീഡ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ മോട്ടോർ സ്പീഡ് ഗെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ക് EMF കൂടി വരും. അപ്പോൾ നമുക്കിവിടെ ആർമേച്ചർ കറണ്ട് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ആർമേച്ചർ കറണ്ട് കൂടിയത് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കി റൺ എന്ന പൊസിഷനിൽ എത്തുമ്പോൾ സ്റ്റാർട്ടിങ് ഹാൻഡിൽ ആ ഒരു നോ വോൾട്ട് കോയിലിൻ്റെ അട്രാക്ഷൻ കാരണം അവിടെ പിടിച്ച് നിൽക്കും റൺ എന്ന പൊസിഷനിൽ. അപ്പോൾ അവിടെ എല്ലാ റെസിസ്റ്റൻസും നമ്മൾ അതിൽ നിന്ന് ഒഴിവായി. ആർമേച്ചറിൻ്റെ അക്രോസ് ആയിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണ്ടുള്ള ഈ റെസിസ്റ്റൻസൊക്കെ അതിൽ നിന്ന് റിമൂവ് ആയി. അപ്പോൾ ഈ മോട്ടോർ ഫുൾ സ്പീഡിൽ സേഫായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഓവർലോഡ് റിലീസും കൂടെ ഉണ്ട്. ഇൻ കേസ് ഒരു ഹൈ ഓവർലോഡ് കറണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓവർലോഡ് റിലീസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഓവർലോഡ് റിലീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. വളരെ ഹൈ കറണ്ട് വന്നാൽ മാത്രം ആ ഒരു താഴെയുള്ള ലിവറിനെ ട്രയാങ്കുലർ അയൺ പീസ് ഉള്ള ആ ഒരു കോണ്ടാക്റ്റ് ഉള്ള ആ ഒരു ലിവറിനെ അട്രാക്റ്റ് ചെയ്യാൻ എനിക്കറിയുള്ളൂ. വളരെ ഹൈ കറണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ഓവർലോഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രം ആ ഒരു ലിവറിനെ എന്ത് ചെയ്യും, അത് അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കോണ്ടാക്ട്സും അഥവാ ഈ ഒരു നോ വോൾട്ട് കോയിലിൽ നിന്നുള്ള രണ്ട് കോണ്ടാക്ട്സും ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ നോ വോൾട്ട് കോയിലിലേക്ക് കറണ്ട് പോവാതെ നേരെ എന്ത് ചെയ്യും, ആ കറണ്ട് ഈ ഒരു ഇത് എന്ത് ചെയ്യും, നേരെ തിരിച്ച് പോകും. അല്ലെങ്കിൽ അത് ഈ ഒരു നോ വോൾട്ട് കോയിലിലേക്കുള്ള കറണ്ടിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോ വോൾട്ട് കോയിലിലേക്ക് കറണ്ട് കിട്ടാതായി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിസം പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് അത് തിരിച്ച് ബാക്കോട്ട് തന്നെ ആ സോഫ്റ്റ് അയൺ പീസിനെ അട്രാക്റ്റ് ചെയ്തത് നിന്ന് രക്ഷപ്പെട്ട് ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കൊണ്ട്, ഈ സെൻട്രൽ കൊടുത്തുള്ള സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കൊണ്ട് തിരിച്ച് ബാക്കിൽ ഓഫ് പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഓവർലോഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഓവർലോഡ് റിലീസ് അത്രയും ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ അത്രയും ഹൈ കറണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ലിവറിനെ അട്രാക്റ്റ് ചെയ്തിട്ട് ആ ട്രയാങ്കുലർ അയൺ പീസ് ഈ രണ്ട് പോയിൻറ്റ് നോ വോൾട്ട് കോയിലിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു രണ്ട് പോയിൻറ്റ് കോണ്ടാക്റ്റ് വന്നിട്ട് നോ വോൾട്ട് കോയിലിലേക്ക് കറണ്ട് പോകുന്നതിന് തൊട്ട് തടയും. കറണ്ട് എപ്പോഴും ഷോർട്ട് പാത്തിലൂടെയാണ് പാസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നോ വോൾട്ട് കോയിലിലേക്ക് കറണ്ട് പോകുന്നത് തടയും. അപ്പോൾ നോ വോൾട്ട് കോയിൽ ഡീമാഗ്നറ്റൈസ് ചെയ്യും, അഥവാ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് തിരിച്ച് ആ ഒരു സ്റ്റാർട്ടിങ് ഹാൻഡിൽ ഓഫ് പൊസിഷനിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും എന്നുള്ളതാണ്. മോട്ടോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും എന്നുള്ളതാണ് US സ്റ്റാർട്ടറിൻ്റെ നെക്സ്റ്റ് അടുത്ത ഒരു ഉപകാരം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 3 പോയിൻറ്റ് സ്റ്റാർട്ടർ കൊണ്ട് മെയിനായിട്ട് രണ്ട് ഉപകാരങ്ങളാണുള്ളത്. ഒന്ന്, സ്റ്റാർട്ടിങ് സമയത്ത് ആർമേച്ചർ കറണ്ട് കുറക്കാൻ വേണ്ടിയിട്ട്, അതുവഴി മോട്ടോറിൻ്റെ സേഫ് ഗാർഡ് ചെയ്ത് മോട്ടോറിൻ്റെ ആർമേച്ചർ കറണ്ട് ഹൈ ആയി കഴിഞ്ഞാൽ മോട്ടോർ ഫ്യൂസൊക്കെ അടിച്ച് പോകും, അല്ലെങ്കിൽ അതിൻ്റെ വൈൻഡിങ്സൊക്കെ കത്തിപ്പോവും, ആർമേച്ചർ വൈൻഡിങ്സൊക്കെ കത്തിപ്പോവും. ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇത്രയും റെസിസ്റ്റൻസിൻ്റെ കൂടെ ആഡ് ചെയ്യും. അത് ഇനീഷ്യൽ ടെസ്റ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ RPM കൂടുന്നതിനനുസരിച്ച്, അഥവാ അതിൻ്റെ റൊട്ടേഷൻ പെർ മിനിറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ബാക്ക് EMF കൂടുമ്പോൾ ആർമേച്ചർ കറണ്ട് കുറയും. ഇനി ഓവർലോഡ് റിലീസും കൂടെ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു, ഓവർലോഡ് കറണ്ട് വന്നാൽ മാത്രമേ നോ വോൾട്ട് കോയിലിനെ ക്കുള്ള കറണ്ടിനെ ഡീമാഗ്നറ്റൈസ് ചെയ്തിട്ട് ഇത് ഓഫ് പൊസിഷനിലേക്ക് വന്ന് നിൽക്കും. ഇതാണ് ഒരു 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സാണ്. ഇത് യൂസ് ചെയ്യുന്നത് സാധാരണ ഇൻഡക്ഷൻ മോട്ടോഴ്സിലാണ്. 3 ഫേസ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. നിങ്ങൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്ന അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ഡയറക്റ്റ് DOL സ്റ്റാർട്ടേഴ്സ്. ഇത് മെയിനായിട്ട് ഓവർലോഡ് റിലീസിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അഥവാ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ മെയിനായിട്ട് ഓവർലോഡ്
കോണ്ടാക്ട്സ് ആണുള്ളത്. 3 ഫേസിലേക്കുള്ള ഓവർലോഡ് കോണ്ടാക്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ചിത്രത്തിൽ കാണാവും ഈ ഒരു ത്രീ ഫേസ് സ്റ്റാർ വൈൻഡിങ് അഥവാ നമ്മളെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ്സുമായി കണക്റ്റഡ് ആണ്. അതിലേക്കുള്ള സപ്ലൈൻ്റെ ഇടയിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നതിന് ഇവിടെയാണ് നമ്മൾ ഈ ഒരു DOL സ്റ്റാർട്ടർ കൊടുത്തിട്ടുള്ളത്. അത് DC മോട്ടോറിൻ്റെ കേസിലും 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ കേസിലും അവിടെ തന്നെയാണ്. പക്ഷേ ഇവിടെ 3 ഫേസിനും സെപ്പറേറ്റ് നമ്മൾ 3 ഫേസിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ആ മോട്ടോറിലേക്കുള്ള 3 ഫേസിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു DOL സ്റ്റാർട്ടറിന് 3 പോയിൻറ്റ്സ് ഉണ്ടാവും. അത് L1, L2, L3 എന്ന് പറയുന്ന 3 ലൈനിലേക്കുള്ള കണക്ഷനാണ്. നെക്സ്റ്റ് M1, M2, M3 എന്ന് പറയുന്നത് 3 മോട്ടോറിൻ്റെ വൈൻഡിങ്സ് അഥവാ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആയതുകൊണ്ട് 3 ഫേസിലേക്കുള്ള അതിൻ്റെ കണക്ഷനാണ് M1, M2, M3. നെക്സ്റ്റ് OLC1 എന്ന് പറഞ്ഞാൽ ഓവർലോഡ് കോണ്ടാക്ട് 1, ഓവർലോഡ് കോണ്ടാക്ട് 2, ഓവർലോഡ് കോണ്ടാക്ട് 3. ഓവർലോഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ അതിലൊരു നോ വോൾട്ട് കോയിൽ ഇതിലുണ്ട്. നോ വോൾട്ട് കോയിൽ, ആ ഒരു നോ വോൾട്ട് കോയിലാണ് നമ്മൾ സാധാരണ ഇത് ജസ്റ്റ് മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നോ വോൾട്ട് കോയിൽ ഈ ഒരു കോണ്ടാക്റ്റിനെ ക്ലോസ് ചെയ്തിട്ടാണ് മോട്ടോറിൻ്റെ വൈൻഡിങ്സിലേക്ക് ആർമേച്ചർ അല്ലെങ്കിൽ സ്റ്റാർട്ടർ വൈൻഡിങ്സിലേക്ക് കറണ്ട് പോകുന്നത്. ആർമേച്ചർ വൈൻഡിങ്സിലേക്കല്ല, സ്റ്റാർട്ടർ വൈൻഡിങ്സ്. ഇവിടെ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്റ്റാർട്ടർ. അപ്പോൾ ആ സ്റ്റാർട്ടർ വൈൻഡിങ്സിലേക്ക് കറണ്ട് പോകുന്നത് ഈ ഒരു OLC1, OLC2, OLC3 എന്ന് പറഞ്ഞാൽ 3 പോയിൻ്റ് വഴിയാണ്. ആ നോ വോൾട്ട് കോയിൽ എനർജൈസ് ചെയ്ത് കണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോ വോൾട്ട് കോയിലിലേക്ക് കറണ്ട് എത്തും. അപ്പോൾ ആ നോ വോൾട്ട് കോയിൽ എനർജൈസ് ചെയ്യും അഥവാ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അതിന് മുകളിലുള്ള ഓക്സിലറി കോണ്ടാക്ട്സ് അതുപോലെ ഈ OLC1, OLC2, OLC3 ഈ 3 കോണ്ടാക്ട്സിനെയും ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ആ നോ വോൾട്ട് കോയിൽ ആ കോണ്ടാക്ട്സിനെ അട്രാക്ട് ചെയ്തിട്ട് അഥവാ ആ കോണ്ടാക്ട്സ് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു റോഡിനെ അല്ലെങ്കിൽ ആ ഒരു അയൺ പീസിനെ അല്ലെങ്കിൽ ആ ഒരു അയൺ റോഡിനെ അട്രാക്ട് ചെയ്തിട്ട് ആ 3 പോയിൻറ്റ്സും ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കോണ്ടാക്ട്സും ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോറിലേക്ക് കറണ്ട് പോകും. ഇനി നമ്മൾ ഈ സ്റ്റോപ്പ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നോ വോൾട്ട് കോയിലിലേക്കുള്ള കറണ്ട് ഒഴിവാകും. ഈ ഒരു കോണ്ടാക്ട് പോയിൻറ്റ്സ് നേരെ മേലോട്ട് വരും. ഇനി ഇതിൽ OLTC എന്ന് പറഞ്ഞാൽ ഓവർലോഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഈ OLTC. ആ OLTCയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ OLTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ടാപ്പ് ചേഞ്ചർ എന്നാണ്. എന്താണ് ഓൺലൈൻ ടാപ്പ് ചേഞ്ചർ? ജസ്റ്റ് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഓവർലോഡ് ആയിട്ടുള്ള വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്തിട്ട് ഈ ഒരു നോ വോൾട്ട് കോയിലിലേക്കുള്ള കറണ്ടിനെ കട്ടാകുന്ന ആ OLTC ഓപ്പൺ ആയിട്ട് നോ വോൾട്ട് കോയിലിലേക്കുള്ള കറണ്ട് ഇല്ലാതാകും. അങ്ങനെ ആ ഒരു OLTC ഓൺലൈൻ ടാപ്പ് ചേഞ്ചർ അത് ഓപ്പണായിട്ട് ഈ ഒരു നോ വോൾട്ട് കോയിലിലേക്ക് കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡീമാഗ്നറ്റൈസ് ചെയ്യും. നമ്മൾ OLC1, OLC2, OLC3 കണക്ട് ചെയ്ത ആ ഒരു കോണ്ടാക്ട് പോയിൻറ്റ്സ് ഓപ്പൺ ചെയ്ത് ഈ ഒരു മോട്ടോർ സ്റ്റോപ്പ് ആവും. അപ്പോൾ എന്തെങ്കിലും ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഈ OLTC ഓൺലൈൻ ടാപ്പ് ചേഞ്ചർ വർക്ക് ചെയ്തിട്ട് നോ വോൾട്ട് കോയിലിലേക്കുള്ള കറണ്ടിനെ കട്ടായിട്ട് നേരെ ഈ ഒരു മോട്ടോറിലേക്കുള്ള കറണ്ടിനെ കട്ടാക്കും. ഈ ഒരു നോ വോൾട്ട് കോയിൽ ഡിമാഗ്നറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ഈ OLC1, OLC2, OLC3 എന്ന് അടങ്ങിയിട്ടുള്ള കോണ്ടാക്ട് പോയിൻറ്റ്സ് റിലീസ് ചെയ്തിട്ട് സാധാരണ സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ് ആ റോഡിനെ നമ്മൾ ഈ ഒരു കോണ്ടാക്ട് പോയിൻറ്റ്സ് വെച്ചിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ആ സ്പ്രിങ് ഫോഴ്സ് കൊണ്ട് തിരിച്ച് ബാക്കോട്ട് തന്നെ പോയി ഈ ഒരു മോട്ടോറിലേക്കുള്ള കറണ്ടിനെ കട്ട് ചെയ്യും. അതുവഴി മോട്ടോറിനെ എന്തെങ്കിലും ഓവർലോഡ് വരികയാണെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യും. അപ്പോൾ DOL സ്റ്റാർട്ടർ ഇൻഡക്ഷൻ മോട്ടോറുകളാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഓവർലോഡ് വരുന്ന സമയത്ത് സേഫ് ഗാർഡ് ചെയ്യാം. ഡയറക്റ്റ് നമ്മൾ സ്വിച്ചിൽ നിന്ന് 3 ഫേസ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ലൈനിലേക്ക് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള
സേഫ്റ്റി പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്തിട്ടാണ് എപ്പോഴും മോട്ടോറിനെ നമ്മൾ 3 ഫേസ് ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു DOL സ്റ്റാർട്ടർ. അതിനെക്കുറിച്ചുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത് പറയാനുള്ളതാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടേഴ്സ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ.